ജീവിതത്തിന്റെ ഏത് കഷ്ടതയിലും ഏത് കഷ്ടപ്പാടിലും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിലേക്ക് ഈമാനിന്റെ മാധുര്യത്തോടുകൂടിയുള്ള വരവ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സ്വഹാബാ, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല, സങ്കടങ്ങളില്ലാത്തവരില്ല, ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരില്ല. ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഏത് വലിയ കഷ്ടപ്പാട് വന്നാലും അല്ലാ യാ മുജീബ ദഅവത്തദ്ദാഇ, അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിച്ചാൽ ആ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം തരുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയാൽ, എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ കടമുള്ളവരാണെങ്കിലും, എത്ര വലിയ കണ്ണീരുള്ളവരാണെങ്കിലും, എത്ര വലിയ കഷ്ടപ്പാടുള്ളവരാണെങ്കിലും, ഇന്നതാ നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു, എന്നാൽ സ്വന്തമായിട്ടൊരൊറ്റ വെട്ടമെങ്കിലും അല്ലാ എനിക്കൊരുപാട് കടമുണ്ട് റബ്ബേ, എനിക്കൊരുപാട് കടമുണ്ട്. അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും സ്വന്തമായിട്ട്? പാതിരാത്രിയിലും കൊണ്ട് രണ്ട് കരങ്ങൾ അങ്ങ് ഉയർത്തണം, കണ്ണുനീരോടെ ദുആ ചെയ്യണം. അല്ലാ, കടമുണ്ട് റബ്ബേ, വിഷമമുണ്ട് റബ്ബേ, രോഗമുണ്ട് റബ്ബേ, നീ ശമനം തരണേ അല്ലാ, നീ വേദനകളെല്ലാം മാറ്റണേ അല്ലാ. കടങ്ങളും വേദനകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ നീ മാറ്റണേ റഹ്മാനേ അള്ളാഹുവോട് പറയും. ഇല്ലേ? നമ്മളെല്ലാവരും ഇന്ന് അശ്രദ്ധരാണ്. അതൊന്ന് മാറിപ്പോകട്ടെ. എന്നോട് മാത്രമാകരുത് നിങ്ങളുടെ പറച്ചിൽ. നിങ്ങളോട് വെറുപ്പുള്ളവനല്ല, നിങ്ങളോട് പിണക്കമുള്ളവനല്ല, നിങ്ങളോട് ദേഷ്യമുള്ളവനല്ല, നിങ്ങളോട് ഇഷ്ടമുള്ളവനാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഉമ്മാ, ഒറ്റയ്ക്കിരുന്നിട്ട് പാതിരാത്രിയിൽ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് നീറുന്ന മനസ്സോടൊന്ന് കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ രണ്ടു തുള്ളി കണ്ണുനീരൊന്ന് വീഴട്ടെ. അങ്ങനെ വീണാൽ ആ കണ്ണുനീരിന്റെ തുള്ളികൾ വീഴുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പറയോടെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല്ല. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുകയാണ്. അള്ളാഹുവേ, മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുന്ന സമയം ഫബക്കാ ബുക്കാൻ ശദീദാ, വല്ലാതൊരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരയുന്ന എന്നറിയുന്നില്ല, ആരാണ് വേദനിക്കുന്ന എന്നറിയുന്നില്ല, ആരാണ് സങ്കടത്തോടെ ബുദ്ധിമുട്ടോടിരുന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് കരയുന്ന എന്നറിയുന്നില്ല. അല്ലാഹുവേ, നമ്പരത്തോടെ ജാബിർ റളിയല്ലാഹു അൻഹു ആ സദസ്സിന്റെ മൂലയിൽ ഇരുന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നുകൊണ്ട് കരയുന്ന ആ മനുഷ്യന്റെ അരികത്തേക്കൊന്ന് കടന്നു പോയിട്ട് തോളത്തൊന്ന് തട്ടിയിട്ട് വിളിച്ചു, എന്തേ കരയുന്നത്, എന്തേ സങ്കടപ്പെടുന്നത്, എന്തിനാ നിങ്ങൾ വേദനിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞ, അല്ലാഹുവേ, എനിക്ക് വല്ലാത്ത കടങ്ങളാണ്, എന്റെ കടങ്ങളൊന്ന് മാറാൻ ഇരുന്നു കൊണ്ട് കരയുകയാണ്, ഇരുന്നു കൊണ്ട് സങ്കടപ്പെടുകയാണ്, ഇരുന്നു കൊണ്ട് ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് എന്റെ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഉടൻ തന്നെ ജാബിർ റളിയല്ലാഹു തആല അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിനക്ക് കടങ്ങളുള്ളവനാണ്, നിനക്ക് സങ്കടമുള്ളവനാണ്, നിനക്ക് ദുഃഖങ്ങളുള്ളവനാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? നീ അവിടെ രണ്ട് കരങ്ങളങ്ങ് ഉയർത്തിപ്പിടിക്കുമ്പോൾ നീ അവിടെ മനസ്സുകൊണ്ട് കരുതണം, റബ്ബേ, എന്റെ മുമ്പിൽ ഒരാളില്ല, എന്റെ മുമ്പിൽ ഞാൻ ആരെയും കാണുന്നില്ല, ഞാൻ കാണുന്ന എന്റെ അല്ലാഹ്, എന്റെ പടച്ച തമ്പുരാനെ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ കടങ്ങളെ നീ മാറ്റണേ അല്ലാഹ്.
ഇരിക്കുക. ഇരുന്നിട്ട് നല്ല മനസ്സോടെ ഇരുന്നു കൊണ്ട് ദ്വാരക്കണം. പടച്ചോനെ എന്റെ കടങ്ങളെ മാറ്റി. മുമ്പിൽ ആരുമില്ല. ചിലപ്പോ നിന്റെ അപ്പുറത്ത് വേറെ ആളുണ്ടാകും, ചിലപ്പോ മകള് വിളിക്കുന്നുണ്ടാകും, ചിലപ്പോ അപ്പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാകും. നീ ഒന്നും മൈൻഡാക്കണ്ട. നിന്റെ ഉമ്മ വിളിച്ചാ നീ പോകണം, ബാപ്പ വിളിച്ചാ നീ പോകണം, ഭർത്താവ് വിളിച്ചാൽ പോകണം. അതിന്റെ ഇടയിൽ എന്തെല്ലാം സങ്കടം വന്നാലും വേറെ ആരുമില്ല. എത്ര നാളതിലെ ചോദ്യമുരത്തു പോയതിലെ കഥകളുരത്തു പുല്ലി പറഞ്ഞു പോയ കാര്യമെത്തിടവേ മർഹബയാലയോതിടവേ പൂനിലാവഴകെ കൽബിലെ സ്നേഹമാ മലരെ അജബുകൾ തീർത്തുവന്നൊരു താഹനൂറെ എത്രയോ നഴകെ നിറവിലെ പൂനിലാവൊളിവേ ഒന്ന് ചൊന്നിടുമോ താഹ ചൊന്നതാന്നിടുമോ അതിലൊരു ഭേദമുണ്ടതിരോഗമുണ്ടതു ആഷിഫ അതിലെ ചോദ്യമുരത്തു എങ്കിലുമേ നീ ചോദിക്ക് നിനക്ക് അല്ലാഹു തരുന്ന. ജോലിയില്ല ഉസ്താദേ, കടമാണ്. എവിടെയെങ്കിലും നമുക്കൊരു ജോലി വേണം. ജോലിയില്ലാതെ സങ്കടത്തിലാണ്. വീട്ടിന്റെ ഉള്ളിൽ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന എത്ര പ്രവാസികളുണ്ട്, എത്ര ആളുകളുണ്ട്. ഇന്ന് പള്ളി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ എത്ര ഉസ്താദുമാരുണ്ട്. എന്നാൽ അങ്ങനെ ജോലിയില്ലാതിരിക്കുന്നവരാണോ? എന്നാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ പറയേണ്ടുന്നതില്ലല്ലോ. നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കും ജഗന്നിയന്താവായ അല്ലാഹ്, ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒന്നിരുന്നു കൊണ്ട് കരയാൻ പറ്റുമോ? ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ദുആ ചെയ്. അവിടെ നീ ചെറുപ്പക്കാര ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇരുന്നു കൊണ്ടങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞു കരങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് വിങ്ങിപ്പൊട്ടിയിട്ടങ്ങ് പറഞ്ഞു, അല്ലാഹ് കടങ്ങളാണ് റബ്ബേ, വീടിന്റെ മുമ്പിൽ ക്യൂവാണ് റബ്ബേ, ആളുകൾ വന്ന് കയറുന്നു റബ്ബേ, എങ്ങനെ ഞാൻ അവരുടെ പൂമുഖത്തേക്ക് നോക്കും അല്ലാഹ്? എന്റെ ഭാര്യ പുറത്ത് വരൂല, എന്റെ മക്കള് വരൂല, എന്റെ ഉമ്മ വരൂല, എന്റെ പ്രിയപ്പെട്ടവര് വരൂല, ഞാൻ തന്നെ വരണമല്ലോ. കാരണം എന്താണ്? അവർക്ക് പുറത്തു പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, പുറത്തു പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ്. കാരണം എന്തെന്നറിയുമോ? കടമാണ് പ്രശ്നം, കടമാണ് പ്രശ്നം, കടമാണ് പ്രശ്നം. അതൊരു വല്ലാത്തൊരു സംഭവമാണ്, അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. എന്റെ കടമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയില്ല, എന്ത് ഞാൻ പറയണമെന്നറിയില്ല, അവരോടെങ്ങനെ പെരുമാറണമെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ എന്റെ മുഅ്മിനേ, നീറുന്ന ഹൃദയത്തോടെ സങ്കടത്തോടെ ഹൃദയത്തിന്റെ ഉള്ളില് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ കണ്ണീര് മാറ്റുന്നതാണ്. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും, എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹിനോടൊന്ന് പറയ്, റബ്ബിനോടൊന്ന് പറയ്. നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ ദുരിതവും എല്ലാം എല്ലാം മാറാൻ അതൊരു പരിഹാരമാണ്. ഏത് പ്രതിസന്ധിയും മാറാൻ അതൊരു പരിഹാരമാണ്. ആരാണ് പരിഹാരം? അല്ലാഹ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ ഉണ്ടാകണം. അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് തരുന്നത്. ചിലപ്പോ ചില ആളുകൾ അള്ളാഹു താല സഹായിക്കുന്ന മറ്റൊരാളിലൂടെ ആയിരിക്കും. അള്ളാഹു അവനിക്ക് കൊടുത്ത സമ്പത്തിന്റെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവനിക്ക് അള്ളാഹു താല ആണിനായാലും പെണ്ണിനായാലും അള്ളാഹു താല മനസ്സ് കൊടുക്കും. ആശിക്കുന്ന മുഖത്തോടു കൂടി കടന്നു പോകാനാണ്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്ന ദുആക്ക് ഉത്തരമുള്ള എപ്പോഴെന്നറിയുമോ? അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ ഒരു ഹദിയ കൊടുക്കണം. വീട്ടിന്റെ മുമ്പിൽ പിന്നെ ഒരാൾ വരുമ്പോ അതിന് 1 രൂപയാകട്ടെ 2 രൂപയാകട്ടെ, ആ കൊടുത്തത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹിനോട് പറയുമ്പോ വീട്ടിലുള്ള അപ്പുറത്തുള്ള ഉമ്മാമ വിളിച്ചിട്ട്, ഞാൻ ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ 50 രൂപ കൊടുത്ത്, 50 രൂപ ഭയങ്കര കഥയില, 50 രൂപ ഞാൻ കൊടുത്ത് ഇല്ലേ?
അവരോടല്ല, അള്ളാനോട് പറയണം, പടച്ചോനെ ഞാൻ അവർക്ക് എന്റെ കയ്യിൽ ഉള്ളത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് കൊടുത്തു, റബ്ബേ നീ എന്റെ കാര്യം എളുപ്പാക്കണേ. ഏതൊരാൾ മറ്റൊരാളുടെ കഷ്ടപ്പാട് മാറ്റുന്നോ അവന്റെ കഷ്ടപ്പാട് അല്ലാഹു തആല മാറ്റും. ഇല്ലേ? സമ്പത്ത് ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്കറിയാം മഹദിയായ ബീവി ഫാത്തിമ പൂനിലാവിൻ മൊഞ്ചാണ്, പാലൊളി ചിരിയഴകാണ്, മുത്തുനബിൻ മോളെ ഫാത്തിമ ഫാത്തിമ. മുത്തലീൻ പൊന്നാണ്, ധീരരിൻ നിറമലരാണ്, സ്വർഗറാണി എന്നും ഫാത്തിമ ഫാത്തിമ. സമ്പത്ത് ജീവിതം ഇല്ലാതെ പോയില്ലേ, ആരേലും വന്നാലും വേദനയാ, ഉള്ളത് കൊടുത്തിടും സങ്കടം അണച്ചിടും പൂനിലാവിൻ മുത്തേ ഫാത്തിമ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വലിയ ദാനധർമ്മിഷ്ഠയായിരുന്നു. ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല. എന്നും പട്ടിണിയാണ്, എന്നും കണ്ണീരാ. എന്നിട്ട് എന്തെങ്കിലും ഉള്ള എന്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാ അതെടുത്തും കൊടുക്കും. നമ്മളാണെങ്കിൽ വീട്ടിന്റെ അകത്ത് 50 രൂപ ഉണ്ടെങ്കിൽ 1 രൂപയെങ്കിലും നമ്മൾ കൊടുക്കും. ആകപ്പാട് 50 രൂപ. ഇനിയിപ്പോ എങ്ങനെ കൊടുക്കാന്ന്? മറ്റൊരാളുടെ കണ്ണീര് മാറ്റം നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തട്ടിലിരിക്കുകയാണ്. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കൊച്ചുമക്കളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാരെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ, ഹസനും ഹുസൈനും പൊന്നുമക്കൾ സുന്നത്ത് നോമ്പെടുത്തവരാണ്, അവര് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി, ഒന്നിറങ്ങി പോകുമോ അലിയേ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് കൊടുക്കാം അലിയേ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഭാര്യയോട് ഇഷ്ടമുള്ള അനുരാഗമുള്ള അലിയാരിതങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. അന്ന് ജോലി ചെയ്ത് കിട്ടിയത് എന്തെന്നറിയുമോ? കുറച്ച് കാരക്കയാണ്. ആ കാരക്കയുമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വരികയാണ്. ഫാത്തിമ, ഇന്ന് ഈ കാരക്ക മാത്രമാണ് കിട്ടിയത് എന്ന് പറയുമ്പോഴേക്ക് അവിടുന്ന് അല്ലാഹുവേ, ഫാത്തിമ ബീവി ആ കിട്ടിയിട്ടുള്ള കാരക്ക ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പ്രിയപ്പെട്ട ഹസനും ഹുസൈനും പൊന്നുമക്കള് കൊച്ചുമക്കളാണ്, ആ കൊച്ചുമക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്തിനെന്നറിയുമോ? അവർക്ക് സുന്നത്ത് നോമ്പാണ്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ അല്ലാഹുവേ നോമ്പ് തുറക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി ഇട്ടുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ആരോ വന്നുകൊണ്ട് വാതിലിൽ മുട്ടുകയാണ്. ഫാത്തിമ ബീവി അലിയാരെ വിളിക്കുന്നു, അലിയേ. ആരോ വീടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുന്നു, അലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് നോക്കുമ്പോൾ അല്ലാഹുവേ, ഒരു ഫഖീറായ ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ, കണ്ണെല്ലാം കുഴിഞ്ഞ് അവിടുന്ന് വല്ലാത്ത സങ്കടത്തിലാണ്. വന്നുകൊണ്ട് പറയുന്നു, ഇത് പുണ്യ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമാന്റെ വീടല്ലേ? അല്ലാഹുവേ, ഞാൻ പട്ടിണി കിടന്നിട്ട് വന്നതാണ്. എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. വല്ലതും തരുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ അകത്തട്ട് നിന്ന് കേൾക്കുകയാണ്. അന്ന് കിട്ടിയത് 2 കാരക്കയാണ്. ആ 2 കാരക്ക എന്ത് ചെയ്യും? പൊന്നുമക്കൾ ദിവസങ്ങളായ പട്ടിണിയാണ്. ഇന്നവര് വിശന്നുകൊണ്ട് നോമ്പ് നോറ്റവരാണ്. അലിയോട് പറഞ്ഞു, അലിയേ, വിശന്ന് വന്നവനാണ്, അവനെ മടക്കി പറഞ്ഞു വിടാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ ആ 2 പൊന്നാര മക്കളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അരികത്തേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, മക്കളെ, വീടിന്റെ വെളിയില് വിശന്ന് കൊണ്ടൊരാള് വന്ന മക്കളെ, അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഇനിയെങ്കിലും 2 കാരക്ക കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന
ആ പൊന്നുമക്കളുടെ മുമ്പിൽ നിന്ന് അതങ്ങെടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അല്ലാഹുവേ, രണ്ടാമത്തെ ദിവസവും അലിയാരെ വിളിച്ചു, അലിയേ ഇന്ന് കൂടന്ന് കടന്നു പോകുമോ അലിയേ? മക്കള് പട്ടിണിയാണ് അലിയേ, മക്കള് സങ്കടത്തിലാണ് അലിയേ. അലിയാർ തങ്ങൾ വല്ലാതെ വിശപ്പുള്ളവരാണ്, അലിയാർ തങ്ങൾക്ക് പട്ടിണി ഉള്ളവരാണ്, അലിയാർ തങ്ങൾക്ക് സങ്കടമുള്ളവരാണ്. പടച്ചോനെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിശപ്പ് സഹിച്ചുകൊണ്ട് കടന്നുപോയി. അന്ന് കിട്ടിയത് 2 റൊട്ടി കഷ്ണങ്ങളാണ്. സന്തോഷത്തോടെ ഫാത്തിമ ബീവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഫാത്തിമ ബീവിയുടെ കരങ്ങളിൽ കൊടുത്തു. പറഞ്ഞു, ഫാത്തിമ, ഇതല്ലാതെ ഒന്നുമില്ല മോളെ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമക്കൾ അരികത്തേക്ക് വിളിച്ചു. ആ റൊട്ടി കഷ്ണം അങ്ങെടുത്ത് വെക്കുകയാണ്. അല്ലാ, മഗ്രിബിന്റെ സമയമാകാൻ കാത്തിരിക്കുമ്പോൾ വീടിന്റെ വാതിലിൽ ആരോ കടന്നു വന്ന് മുട്ടുകയാണ്. നോക്കുമോ അലിയേ? ആരാണ് വന്ന് മുട്ടിയത്? നോക്കുമ്പോൾ യത്തീമെന്നെ പലരും വിളിച്ച, എത്ര രാവിൽ വിശപ്പു സഹിച്ച, കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്, ആട്ടമില്ലൊറ്റ പാട്ടില്ലെനിക്ക്, കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്. യത്തീമെന്നെ പലരും വിളിച്ച്, എത്ര രാവിൽ വിശപ്പു സഹിച്ച്, കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്. അനാഥക്കുട്ടി വന്നിട്ട് പറയുന്നു, ഫാത്തിമ ഉമ്മ, ബാപ്പയില്ലാത്ത മോനാണ്, സങ്കടം കൊണ്ട് വന്നതാണ്, വിശക്കുന്നു ഉമ്മ. ഫാത്തിമ ബീവി ചെയ്ത എന്താണ്? ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞില്ല. പട്ടിണിക്കിരുന്ന മക്കളുടെ മുമ്പിൽ ആ പൊന്നുമക്കള് ആ റൊട്ടി കഷ്ണത്തെ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, വാങ്ങ് കേട്ടാൽ അത് കഴിക്കാമല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോൾ അവിടെ നിന്നതാ പൊന്നുമക്കളുടെ കവിൾക്കടത്തിൽ തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ റൊട്ടി കഷ്ണം എടുക്കുകയാണ്. ആ റൊട്ടി കഷ്ണം എടുക്കുകയാണ്. എടുത്തുകൊണ്ട് വന്നിട്ട് ആ പ്രിയപ്പെട്ട അനാഥ കുട്ടിയുടെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ അല്ലാ, ആ പൊന്നുമോൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഓടി വന്ന് പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് കവിൾത്തടത്തിൽ മുത്തം കൊടുത്തു. 3-ാമത്തെ ദിവസം അലിയാരെ വിളിച്ചു, അലിയേ അലിയേ അലിയേ, ഇന്നും കൂടെ പോകുമോ? അലിയാർ നിങ്ങൾ കടന്നു പോവുകയാണ്. കിട്ടിയത് കുറച്ച് മുന്തിരിയാണ്. ആ മുന്തിരിയുമായിട്ട് ഫാത്തിമ ബീവിന്റെ മുമ്പിൽ വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് കടന്നു വന്നിരുന്നിട്ട് മക്കളുടെ മുമ്പിൽ മുന്തിരി വെച്ച് കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ ഖൽബങ്ങ് പൊട്ടുകയാണ്. ഇന്നും ആരെങ്കിലും വരുമോ റബ്ബേ? ഇന്നും എന്റെ മക്കള് പട്ടിണിയാകുമോ അല്ലാ? ഇന്നും എന്റെ മക്കള് ദുഃഖത്തിലാകുമോ അല്ലാ? ഇന്നും എന്റെ മക്കള് പ്രയാസത്തിലാകുമോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കാത്തിരിക്കുമ്പോൾ മുട്ടൽ കേൾക്കുകയാണ്. ഖൽബങ്ങ് പിടഞ്ഞു, മനസ്സങ്ങ് പൊട്ടിപ്പോയി. ചെന്ന് നോക്കുമ്പോ ബന്ധനസ്ഥനായൊരു മനുഷ്യൻ കടന്നു വന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താ? വയുത്ഇമൂന الطعام على حبه مسكينا ويتيما وأسيرا.
നിങ്ങൾക്ക് വിഷമങ്ങളുള്ളതിനോടൊപ്പം, നിങ്ങൾക്ക് കടങ്ങളുള്ളതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല നീയത്തോടു കൂടി കടന്നു വരണം. അതുകൊണ്ട് എപ്പോ ദുആ ചെയ്താലും നന്മകളൊക്കെ ചെയ്യണം. ആളുകൾക്ക് വേണ്ടി വീട്ടിൽ വരുന്നവരെ സഹായിക്കണം. ഒരുപാട് നന്മകൾ ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥകരമായി ദുആ ചെയ്താൽ അല്ലാഹു അതിനെ തട്ടിക്കളയില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ചൊല്ലണം നല്ല നിയത്തോടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പാപിയായ ഞങ്ങളെ കാക്കണേ മരണം വരെ പാപമെല്ലാം മാറ്റണേ റബ്ബനാ ഗുഫ്റാനനാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ കൊണ്ട് ചെയ്തതും കാതുകൊണ്ട് കേട്ടതും ഖൽബു കൊണ്ട ചിന്തയും ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم اغفر لنا غفراننا പാപമെല്ലാം മാറ്റണേ പാപക്കറകൾ നീക്കണേ സ്വർഗമാം കാവാടമേ ഞങ്ങളിൽ നിറതൂകണേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ അല്ലാഹ് ഞങ്ങളിലേറ്റണേ സ്വർഗമെല്ലാം നൽകണേ നരകത്തിൽ നീ കാക്കണേ اغفر لنا غفراننا أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم اغفر لنا غفر لنا പാപവും ഏറ്റുപോയ പിഴവുകൾ മാറ്റിടേണേ മന്നവാ ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുതിനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇനി നമ്മുടെ ദുആ സ്വീകരിക്കണോ, അതിന് അല്ലാഹുവിന്റെ പ്രവാചകരുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലണം. എല്ലാവരും ഒന്ന് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്തേ മദീന ഈലാണേ മന്ദാര ചെപ്പ
ചെപ്പിൻ്റഴകാണേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടന്ന് ഉള്ള ശഫാഅത്തല്ലാതെ ഇല്ല റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണക്കാടലേ നബിയേ കാരുണ്യ പൂവേ റസൂലേ ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂന്തിങ്കൾ വാനിലോദീത്തേ ആമീന പെറ്റ റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ നൂറോരെ കാണാൻ വിധിയേകോ ഞങ്ങളിൽ നാദാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ നൂറിൻ്റെ നാട്ടിൽ എത്താനും വിധിയേകോ നാദാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് കുടുംബക്കാരെ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങളെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളുടെ പാപങ്ങളെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിന്റെ പാപങ്ങളെ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് അർഹമുറാഹിമായ തമ്പുരാനെ കരുണക്കടലായ അല്ലാഹ് കാരുണ്യവാനായ റബ്ബേ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ മോശക്കാരാക്കല്ല അല്ലാഹ് നീ സങ്കടപ്പെടുത്തല്ല അല്ലാഹ് നീ വിഷമത്തിലാക്കല്ല അല്ലാഹ് ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ കബൂലാക്കണം റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാരുണ്ട് പടച്ചവനെ സുഖപ്രസവം കൊടുക്കണേ അംഗവൈകല്യങ്ങളുള്ള മക്കളാക്കല്ല അല്ലാ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണം പടച്ചവനെ അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ അല്ലാ ഉമ്മാമയുടെ വെള്ളപ്പാണ്ട് മാറണമെന്ന് പറഞ്ഞിട്ട് സനാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകള് അല്ലാഹുവേ ദുആ ചെയ്യാൻ പറഞ്ഞല്ലാ നീ മാറ്റി കൊടുക്കണേ റബ്ബേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെ മനസ്സിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ ഷുഗറാണ് ഉസ്താദേ കൊളസ്ട്രോൾ ആണ് ഉസ്താദേ കാല് വേദനയാണ് ഉസ്താദേ കൈവേദനയാണ് അതുകൊണ്ടൊന്ന് ദുആരക്കുമോ നീ മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കള് പ്രവാസികളാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് അവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ
ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഒരിക്കലും ഞങ്ങളെ മോശക്കാരാക്കല്ല പടച്ചവനെ, ഞങ്ങളെ സങ്കടത്തിലാക്കല്ല പടച്ചവനെ, ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ, ഞങ്ങളെ വിഷമത്തിലാഴ്ത്തല്ല പടച്ചവനെ. അല്ലാഹുവേ അതുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കണ്ണിനും കാഴ്ച നീ കുറച്ച് കളയല്ലേ അല്ലാ. കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. പടച്ചവനെ കച്ചവടം നടത്തുന്നവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.